Standard 7 Social Science. Chapter 1 Europe in Transition. In this chapter, we are going to discuss with Europe. So first of all, we are going to see one of the very important monuments in Europe, and that is Hagia Sophia. ഈ സ്ലൈഡിൽ കാണുന്ന പിക്ചേഴ്സ് നമ്മൾ ഈ പറയാൻ പോകുന്ന ഹഗ്യ സോഫിയയുടേതാണ്. അപ്പൊ എന്താണ് ഈ ഹഗ്യ സോഫിയ? It is one of the important monuments in the history of the world, and it was built in the 6th century AD. And now it is preserved as History Museum in Turkey. So ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് ഈ ഹഗ്യ സോഫിയ. 6th century AD യിലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇതൊരു മ്യൂസിയം ആയിട്ട് ടർക്കിയിൽ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ബെസ്റ്റ് ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? So let's locate Constantinople in this map. So Constantinople, now it is present in the Istanbul, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. So, എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു unique place ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്? What were the features of the Constantinople? So it was a center of knowledge, abode of scholars and treasure trove of scholarly texts, and gateway from Asia to Europe. So these made the Constantinople to occupy an important place in the history of the world. When the Turks conquered Constantinople in 1453, it caused the fall of the centuries-old Eastern Roman Empire. Consequently, scholars, artists, and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. So 1453-ൽ ടർക്സ് കോൺസ്റ്റന്റിനോപ്പിൾ അറ്റാക്ക് ചെയ്തപ്പോൾ അഥവാ കോൺക്വർ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഒരു ഡിക്ലൈനും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ്, സ്കോളേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് എല്ലാവരും കോൺസ്റ്റന്റിനോപ്പിൾ വിട്ടിട്ട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കും കുറേയധികം പേർ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. So here we have the Constantinople in the map. കോൺസ്റ്റന്റിനോപ്പിളിനെ ടർക്സ് അറ്റാക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ആളുകൾ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. Then why did they migrate to Italy? It was because Italy was a country that upheld rich Greco-Roman tradition. ഇറ്റലി എപ്പോഴും ഒരു Greco-Roman tradition upheld ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. The rich Italian traders were the patrons of art, literature and culture. So ഈ പറയുന്ന റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും കൾച്ചറിനെയും സപ്പോർട്ട് ചെയ്യുന്നവരുമായിരുന്നു. കൂടാതെ ദീസ് ട്രേഡേഴ്സ് were keen to preserve the historical and cultural heritage. അവര് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന അഥവാ പ്രിസർവ് ചെയ്യുന്ന കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. Hence the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. അതിനാൽ തന്നെ ഇമിഗ്രന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ സ്കോളേഴ്സ്, അതായത് കോൺസ്റ്റന്റിനോപ്പിളിൽ വന്നിരിക്കുന്ന ഈ ഇമിഗ്രൻസിൽ നിന്ന് അവരെ ഉപയോഗിച്ച് അവര് തിങ്കിങ് എൻകറേജ് ചെയ്യുന്നു, സ്പിരിറ്റ്സ് ഓഫ് ലേണിംഗ് എൻകറേജ്മെന്റ് നടക്കുന്നു. ആൻഡ് ദിസ് ലെഡ് ടു ദ റിനൈസൻസ്. By the end of 13th century, the Renaissance had begun in Italy, which flourished and spread to other nations. The Renaissance. This vision primarily concerned with the various aspects of human life, and it is also known as humanism. ഈ റിനൈസൻസ് അഥവാ നവോത്ഥാനം പ്രൈമറിലി അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് അഥവാ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെയായിരുന്നു. ഇനി ഈ റിനൈസൻസിന്റെ വരവിന് ശേഷം യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു യൂറോപ്യൻ സൊസൈറ്റി റിനൈസൻസിന് മുമ്പെന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നും നമുക്ക് നോക്കാം. ലിറ്ററേച്ചർ ആൻഡ് ഫൈൻ ആർട്സും റിനൈസൻസിന് മുമ്പ് പ്യൂർലി റിലീജിയൻ ബേസ്ഡ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദ ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മിഡീവൽ പീരീഡ് വർ ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. ഒപ്പം തന്നെ ടെക്സ്റ്റ്സ് എല്ലാം ഗ്രീക്ക്, ലാറ്റിൻ ലാംഗ്വേജസിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. കാരണം ഗ്രീക്കും ലാറ്റിനും എലൈറ്റ് അഥവാ അപ്പർ ക്ലാസ് പീപ്പിളിന്റെയും അതേപോലെ നന്നായിട്ട് പഠിപ്പും വിവരവും ഉള്ളവരുടെ ലാംഗ്വേജ് ആണെന്നൊരു ധാരണ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. സോ ഈ റിനൈസൻസിന് ശേഷം the literature of this period was no longer confined to religion and philosophy, but gave way to themes that depicts diverse aspects of human life. റിനൈസൻസ് തുടങ്ങിയതിന് ശേഷം ലിറ്ററേച്ചർ ഒന്നും റിലീജിയൻ ബേസ് ചെയ്തിട്ടല്ല എഴുതപ്പെടാൻ തുടങ്ങിയത്.
ഒപ്പം അത് എഴുതപ്പെട്ടിരുന്നത് കോമൺ മാൻ, സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെ ആസ്പദമാക്കി എഴുതപ്പെട്ടിരുന്ന ലിറ്ററേച്ചർ ആയിരുന്നു റിനൈസൻസ് പീരീഡിൽ കാണാൻ പറ്റുന്നത്. സോ ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് adopted the life of the common man as a central theme of their works. The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning. റിനൈസൻസിന് ശേഷം റീസണിങ്ങിന് ഒത്തിരിയേറെ സാധ്യതകൾ വരുന്നു, അഥവാ റീസണിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് യൂറോപ്പിൽ ഉണ്ടാകുന്നത്. ഇറ്റ് ഓൾസോ പ്രൊമോട്ടഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഒരു കാര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് വളർത്തിയെടുക്കുകയാണ് ഈ റിനൈസൻസോടെ ആളുകളിൽ. Consequently, a new awakening in all spheres of human life became visible in Europe, and it is known as the Renaissance. So, എല്ലാ സ്പിയേഴ്സിലും ഉണ്ടായ ഇപ്രകാരമുള്ള ഒരു നവോത്ഥാനം, അല്ലെങ്കിൽ ഇപ്രകാരം ഉണ്ടായ ഒരു ഉണർവ്, അല്ലെങ്കിൽ ഒരു പുതിയ ചിന്ത, ഇതിനാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയപ്പെടുന്നത്. Spirit of inquiry is the questioning attitude of an individual. It helps one to know and understand more. ഒരു സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്ലാസിന്റെ ഫുൾ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആൻസർ അറിയാനുള്ള, ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുകയാണ് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So now let us look into the examples for the Renaissance art, literature and statues. Romeo and Juliet, Hamlet, Macbeth, Othello. So these were one of the very important works written by the great William Shakespeare. These are some of the examples for the Renaissance literature. Then Renaissance in literature. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രാർക്ക് എന്ന് പറയുന്ന ഒരു prominent ആയിട്ടുള്ള Renaissance writer-നെ പറ്റിയിട്ടാണ്. So Petrarch, he was one of the eminent writers of the Renaissance period. And this Petrarch is known as the father of Renaissance. The magnum opus of Petrarch is Secretum. Petrarch ആണ് റിനൈസൻസിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് അഥവാ ഏറ്റവും ബെസ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് സീക്രട്ടം എന്ന് പറയുന്ന വർക്കാണ്. So here we have some of the pictures of Renaissance writers. The first one is the Dante, and his important work is the Divine Comedy. Then we have Boccaccio, his work the Decameron. Cervantes, his work Don Quixote. Erasmus, his work is called as In Praise of Folly. So ഈ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിനൈസൻസ് റൈറ്റേഴ്സിൻ്റെതാണ്. Till now we were discussing about the Renaissance and the Renaissance writers. Now let us check how far did we understood. So നമുക്ക് ഇവിടെ രണ്ട് ബോക്സസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് റൈറ്റേഴ്സിന്റെ പേര് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തോരം നമ്മൾ പഠിച്ചത് മനസ്സിലായി എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വർക്ക്സ്, ഈ പറയുന്ന റൈറ്റേഴ്സിന്റെ വർക്ക്സ് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. Next, we are going to discuss with the Renaissance in arts. The Renaissance period was most pronounced in painting. Leonardo da Vinci was one of the great painters of the period. The Mona Lisa and Last Supper are his famous painting. ലിയനാർഡോ ഡാവിഞ്ചിനെ പറ്റി കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, റൈറ്റ്? റിനൈസൻസ് ആർട്ടിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെലുത്തി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒത്തിരിയേറെ പെയിന്റിങ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പെയിന്റിങ്സ് ആണ് മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണ് മൊണാലിസ പെയിന്റിംഗ്. ദി മൊണാലിസ ഈസ് എ ഫേമസ് പെയിന്റിംഗ് ഓഫ് റിനൈസൻസ് പീരിയഡ്. The mysterious smile of Mona Lisa has led to much discussions and debates. Leonardo da Vinci, one of the famous artists of Renaissance period, completed the painting in between AD 1503 and AD 1505. It is preserved in the Paris Museum. Leonardo da Vinciയുടെ Mona Lisa എന്നുള്ള ഒരു പെയിന്റിംഗ് റിനൈസൻസ് പീരീഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഇന്ന് ഈ പെയിന്റിംഗ് പാരീസ് മ്യൂസിയത്തിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ലിയനാർഡോ ഡാ വിഞ്ചി AD 1503ക്കും 1505നും ഇടയിലാണ് ഈ പെയിന്റിംഗ് പൂർത്തീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു പെയിന്റിംഗ് ആണ് ദ ലാസ്റ്റ് സപ്പർ.
The pictures of a few prominent Renaissance painters and their works are given below. Renaissance period ഏറ്റവും prominent ആയിട്ടുള്ള ചിത്രകാരന്മാരുടെ കുറച്ച് പിക്ചേഴ്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയിന്റർ എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോ ആണ്. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് The Last Judgment. Then Raphael, The School of Athens, അതാണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര്. The excellence in art was not limited to painting. In course of time, great works were created in fields of architecture, sculpture and music. പെയിന്റിങ്ങിലോ ലിറ്ററേച്ചറിലോ മാത്രം ഒതുങ്ങി പോകുന്നതായിരുന്നില്ല റിനൈസൻസ് പീരീഡിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ആർക്കിടെക്ചറിലും സ്കൾപ്ചറിലും മ്യൂസിക്കിലും റിനൈസൻസ് അതിൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. The prominent sculptors and architects and their works can be seen in the following pictures. റിനൈസൻസ് പീരീഡിലെ ഫേമസ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റിന്റെ വർക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Lorenzo Ghiberti, and his work was called as the Door of Florence Baptistry. Donatello and his work Gatta Melata. Examine the pictures and fill out the names of Renaissance artists, their notable works in respective fields. In the given space, ഇവിടെ നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ പേരും വർക്കും ഏത് ഫീൽഡിലായിരുന്നു ആ വർക്ക് എന്നുള്ളത് ഫിൽ ചെയ്യുക. Then let us discuss about Renaissance in science. Formerly it was believed that Earth was the center of the universe. In the Renaissance period, this belief was proven wrong. Renaissance period മുമ്പ് വരെ വിശ്വസിച്ചിരുന്നത് സെന്റർ ഓഫ് യൂണിവേഴ്സ് അഥവാ യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് എർത്ത് ആയിരുന്നു എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം റിനൈസൻസ് പീരീഡിൽ ഈ പറയുന്ന വിശ്വാസം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. Copernicus propounded the theory of solar system and announced that the earth revolves around the sun. Copernicus ആയിരുന്നു അതിലെ മുഖ്യ പങ്ക് വഹിച്ച ഒരാള്. അദ്ദേഹം തിയറി ഓഫ് സോളാർ സിസ്റ്റത്തിലൂടെ എർത്ത് സണ്ണിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞു. Later, with the invention of telescope by Galileo Galilei, scientifically proved that the theory put forward by Copernicus was true. Galileo Galilei telescope കണ്ടുപിടിച്ചതിലൂടെ ഈ തിയറി കോപ്പർനിക്കസ് പറയുന്ന തിയറി ഓഫ് സോളാർ സിസ്റ്റം ശരിവെക്കുകയാണെന്ന് തെളിയിക്കപ്പെട്ടു. Renaissance ideas were widely propagated among the masses with the invention of printing press by Johannes Gutenberg. Renaissance ideas ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജോഹാൻസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് ഇൻവെൻഷൻ ആയിരുന്നു. This one is the Galileo's telescope. റിലീജിയസ് സ്ഫിയറിലും റിനൈസൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എടുത്തു പറയേണ്ട ഒരു കാര്യം യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിലുണ്ടായ ഒരു റിഫൈൻമെന്റ് അല്ലെങ്കിൽ ഒരു പരിഷ്കരണമാണ്. And that is what we call as the Reformation, which happened during the 16th century. ഇതേ മൂവ്മെന്റ് ജർമ്മനിയിൽ ക്യാരി ഔട്ട് ചെയ്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. In search of sea routes, we have seen that the Turks had conquered Constantinople. This dismantled the trade relation between Europe and Asia. It necessitated the European traders to discover new sea routes to Asia. The invention of the compass and the spirit of adventure uncovered unknown routes, oceans, and countries. Turks Constantinople conquer ചെയ്തതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിനും ഏഷ്യക്കും തമ്മിലുള്ള ആ ഒരു ട്രേഡ് റിലേഷനെ അത് വളരെ നന്നായി തന്നെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അഥവാ അതിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ട്രേഡേഴ്സിന് ഏഷ്യയിലേക്ക് പുതിയൊരു വഴി കണ്ടുപിടിക്കേണ്ടത് വളരെയധികം ആവശ്യം ഉള്ള ഒന്നായിരുന്നു. ഇൻവെൻഷൻ ഓഫ് കോമ്പസ്, ന്യൂ സീ റൂട്ട് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും അധികമായ പങ്ക് വഹിച്ചത് ഈ കോമ്പസിന്റെ ഇൻവെൻഷൻ ആയിരുന്നു. This led to discovering various sea routes. Industrial Revolution. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Science ഫീൽഡിൽ റിനൈസൻസിന്റെ കടന്നുവരവോടെ പുതിയതായ പല മെഷീൻസും പല ഉപകരണങ്ങളുടെയും കണ്ടുപിടുത്തം കൊണ്ട്
പ്രൊഡക്ഷനിൽ കുറേയധികം ചേഞ്ചസ് വരാൻ തുടങ്ങി. പ്രൊഡക്ഷൻ കൂടുകയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യാനും തുടങ്ങി. ഇത്തരം ചേഞ്ചസ് അഥവാ പ്രൊഡക്ഷൻ കൂടുകയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്ന പോലെയുള്ള ചേഞ്ചസ് സൊസൈറ്റിയിൽ ഒരു പുതിയ റെവല്യൂഷനെ കൊണ്ടുവന്നു. And that is what we call as the Industrial Revolution. It began in England and revolutionized production and trade. Now let us learn some of the inventions during the Industrial Revolution. Flying shuttle, which was invented by John Kay. Spinning jenny, invented by James Hargreaves. Steam engine by James Watt. And locomotive by George Stephenson. How did the scientific inventions influence the system of production? Try to find the answer. So let us conclude what we have learned in this chapter. The Renaissance began in Italy. Renaissance തുടങ്ങിയത് ഇറ്റലിയിലാണ്. Humanism was the prominent characteristic feature of the Renaissance. Humanism ആയിരുന്നു Renaissanceന്റെ feature. The Renaissance had tremendous influence on literature, art, science and religion. Renaissanceന് അഥവാ നവോത്ഥാനത്തിന് ലിറ്ററേച്ചറിനെയും ആർട്ടിനെയും സയൻസിനെയും ഒപ്പം തന്നെ റിലീജിയനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. New sea routes were discovered and as a result, the Europeans reached different continents. Renaissanceന്റെ ഭാഗമായി ഉണ്ടായ ഇൻവെൻഷൻസ് കാരണം, എസ്പെഷ്യലി കോമ്പസിന്റെ ഇൻവെൻഷൻ കാരണം പുതിയ പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിക്കുകയും തുടർന്ന് യൂറോപ്യൻസിന് പല പല കോണ്ടിനെന്റ്സിലേക്ക് എത്തപ്പെടാനും സാഹചര്യമുണ്ടാക്കി. The Industrial Revolution brought about changes in the fields of production. Industrial Revolutionും production processൽ ഒത്തിരിയേറെ ചേഞ്ചസ് കൊണ്ടുവന്നു. So the significant learning outcomes. Finds out the factors responsible for the Renaissance. Explain that the Renaissance had a crucial role in developing humanism and spirit of inquiry. Analysis that the Renaissance influenced different spheres of human life. Evaluates that the development in the field of science and technology brought about the Industrial Revolution. നമ്മൾ ഇതുവരെ പഠിച്ചത് യൂറോപ്യൻ കോണ്ടിനെന്റിനെ പറ്റിയും ഒപ്പം തന്നെ റിനൈസൻസിനെ പറ്റിയിട്ടുമായിരുന്നു. So now നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം. Here you have some prescribed activities and some questions. Try to answer that questions and get acquainted with the topics. Thank you guys. See you in the next section. Hope you enjoyed this.